ഹസ്തരേഖാശാസ്ത്രജ്ഞൻ കൂടിയായ അയൽവാസി തനിയെ സംസാരിക്കാൻ തുടങ്ങിയ ഉത്സവപ്പറമ്പിൽ കൈ നോക്കിയിട്ട് എത്രയാളെ വലം പറഞ്ഞ് ജീവിച്ചതാണ്. ഇപ്പൊ ആരെങ്കിലും നോക്കാണ്ടിരിക്കാൻ കഴിയില്ല. വിനോദേ, ആ കേശവട്ടാ, നീ ഇങ്ങോട്ട് വന്നേ. അയ്യോ പണിയായല്ല. ഇനിയിപ്പോൾ എൻ്റെ കൈ നോക്കി ഫലം പറഞ്ഞ് എന്നെ കൊല്ലും. എന്താ ചെയ്യാം? നീ ഇങ്ങോട്ട് വാപ്പാ, നിന്റെ കൈ നോക്കി 2 വലം പറയട്ടെ. എൻ്റെ കൈ നോക്കി അവസാനം നിങ്ങളെ മരണം എൻ്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ. ഉത്സവപ്പറമ്പിൽ കൈ നോക്കിയിട്ട് ജീവിച്ച എൻ്റെ ഫലം പറഞ്ഞ എനിക്ക് ഇപ്പം തീരെ ഉറക്കില്ലായി. നീ ഇങ്ങോട്ട് വന്ന വിനോദേ, ഞാൻ നിന്റെ കൈ നോക്കിയിട്ട് 2 വലം പറയട്ടെ. അത് പിന്നെ കൈ നോക്കി ഫലം പറയൽ നിങ്ങളൊരു കൊലത്തൊഴിലല്ലേ? എത്ര കൊല്ലം അമ്പലത്തിൻ്റെ പരിസരത്തിരുന്ന് പറഞ്ഞതല്ലേ? ഇപ്പം അതൊക്കെ മതിയാക്കി വീട്ടിലിരിക്കുമ്പോൾ ഉറക്കം കിട്ടൂല സാധാരണ തന്നെ. എൻ്റെ കൈ നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയണല്ലേ? എന്നാൽ ശരി, എന്നാ പറഞ്ഞോ. ഓ കളഞ്ഞു രാവിലെ തന്നെ ആ വലത്തെ കൈ നീട്ടി വിനോദേ. ഓ നിങ്ങളൊരു കാര്യം, വലത് കൈക്ക് രേഖയുള്ളൂ, ഇടത് കൈക്ക് രേഖയൊന്നുമില്ലേ? എന്നാൽ ശരി, എന്നാൽ വലത് കൈ നോക്ക് പറ. പിന്നെ ഇല്ലതേ പറയാൻ പാടും, ഇല്ലാത്തൊന്ന് വിളിച്ച് പറഞ്ഞേക്കറി. എനിക്ക് ദേഷ്യം വരും. പ്രഷർ കൂടിയാന്നൊക്കെ കാട്ടി കൂട്ടൂട്ടാ. നിങ്ങളെ ഒരു കാര്യം. ഇല്ല വിനോദേ, ഞാൻ ഉള്ളതേ പറയുള്ളൂ, അത് നിനക്കറിയാല. അല്ല, ഞാൻ രഹസ്യമാക്കി വെച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വിളിച്ചു പറയും. എൻ്റെ അയൽവാസിയല്ലേ നിങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, മറ്റൊന്നുമല്ല. നിങ്ങളെല്ലാം അറിയുന്ന ആളാണല്ലോ എൻ്റെ കാര്യം. വിനോദേ, കോട്ടും സ്യൂട്ടും ഇട്ട് നടക്കാനാണ് നിന്റെ ആഗ്രഹം. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഷഡ്ഡിടാതെ നടക്കാനാണ് വിധി. ഞാൻ ഷഡ്ഡി ഇടാറില്ല എന്നുള്ള കാര്യം ഇയാൾ കണ്ടുപിടിച്ചോ? എന്തെന്നാ ഞാൻ ചെയ്യേണ്ടത്? അതെ, ഞാൻ പോലെ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അങ്ങനെ പോലെ വിനോദ്, ഞാൻ നോക്കട്ടെ. എനിക്ക് ദേഷ്യം വരുമ്പോ മറ്റുള്ളവർ തല്ലണം എന്നാന്ന് എനിക്ക് തോന്നും. അതെ, എനിക്ക് തോന്നലുണ്ട്, ദേഷ്യം വരുമ്പോ ആരെങ്കിലും തല്ലണം തോന്നും. പക്ഷേ തല്ല് കൊള്ളാനാണ് എനിക്ക് യോഗം. അയ്യേ, ഇനി അത് കള്ള് ഷാപ്പിൽ നിന്ന് തല്ലും പൊടി ഉണ്ടാക്കി ഞാൻ തല്ല് കൊണ്ട കാര്യം ഇയാൾ അറിഞ്ഞു എന്ന് അർത്ഥം. എന്തെന്നാ ചെയ്യണ്ട്? അങ്ങനെ പോലെ വിനോദേ, 1-2 കാര്യം കൂടി പറയാണ്ട്. അപ്പൊ ബിരിയാണി തിന്നാൻ നിനക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ കഞ്ഞി കുടിച്ചിട്ട് ജീവിക്കേണ്ട പാങ്ങേ നിനക്കുള്ളൂ. ബിരിയാണി തിന്നാൻ കയറിയിട്ട് ഹോട്ടലിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് കഞ്ഞി കുടിച്ചിട്ട് ഇറങ്ങിയ കാര്യം ഇയാൾ അറിഞ്ഞു. എന്താ ചെയ്യാ? 1-2 കൂടി പറയാം. വലിയ പൈസക്കാരനാകണം എന്നാണ് നിന്റെ ആഗ്രഹം. പക്ഷെ നാട്ടിൽ നിന്നെല്ലാം പൈസ പലിശക്ക് എടുത്തിട്ടാണ് ജീവിക്കണം. ആ അണ്ണാച്ചോട് പലിശക്ക് 2000 റുപ്യ വാങ്ങിയ കാര്യം ഇയാൾ അറിഞ്ഞു കാണും അല്ലേ? ഇയാൾ എന്തെന്ന് ചെയ്യണ്ട്? മതി, എനിക്ക് നിങ്ങളെ പ്രസംഗം പൂർത്തിയാക്കണ്ടേ? ഈ വഴിയിൽ പട്ടിയെ കണ്ടാല് കല്ലെറിയാൻ വേണ്ടിട്ട് എടുക്കും. കല്ലെറിയില്ല. ഒരു കുട്ടികളെ മനസ്സാ എനിക്ക്. പെങ്ങളെ 5 വയസ്സുള്ള കുട്ടി ഐസ്ക്രീം തിന്നുമ്പോൾ അത് തട്ടിപ്പറിച്ച് ഞാൻ തിന്ന കാര്യം ഇയാൾ അറിഞ്ഞു കാണും. അതാണ് എന്നോട് പിള്ളേരെ മനസ്സാന്ന് പറഞ്ഞത്. മതി, പിന്നെ നോക്കാം. എന്നാ പിന്നെ തിരക്കണ്ട് പോടി പിന്നെ നോക്കാം. ഞാൻ പലിശക്ക് പൈസ വാങ്ങിയിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നതില്ല കാര്യം ഇയാൾ ഏതായാലും അറിഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ? ഒരു 5000 രൂപ ഉണ്ടാവുക. പലിശ തരാപ്പാ, വെറുതെ വേണ്ട.